സ്വന്തം ഇണയോടും മക്കളോടും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. തങ്ങൾ പറഞ്ഞു, വാന ഖൈറുക്കും ലിഅഹ്ലി, ഞാനിത് വെറുതെ നിങ്ങളോട് പറയല്ലേ, എൻ്റെ കുടുംബത്തോട് നിങ്ങൾ വന്ന് ചോദിക്കൂ. എൻ്റെ കുടുംബത്തിന് ഏറ്റവും നല്ല പെരുമാറ്റം പെരുമാറി ജീവിക്കുന്ന ആളാണ് ഞാൻ, ഏറ്റവും നല്ല സ്വഭാവത്തോടെ വർത്തിക്കുന്ന ആളാണ് ഞാൻ. നമ്മിൽ ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഞാൻ പോകുന്നതും ഞാൻ ചെയ്യുന്നതൊക്കെ എന്തിനാ ഓലോട് പറഞ്ഞു? അങ്ങനെയുണ്ട് കുറെ ചോദ്യം. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോഴൊക്കെ പറയണോ? നിങ്ങൾ നോക്ക്, ഹദീസിൽ നോക്കൂ. ഏതെങ്കിലും ഒരു യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9 വീട്ടിലെയും ഇണകളോട് പറയും. പറഞ്ഞില്ലേ ചോദ്യം ചെയ്യോ? നമുക്കൊരു പാടാണത്. നമ്മിൽ ചില ആൾക്കാരെ ചോദിക്കും, ഞാൻ ചെയ്യുന്നതൊക്കെ എന്തിനാ അവിടെ പറഞ്ഞു, ഞാൻ പോകുന്നതിനൊക്കെ അവിടെ പറഞ്ഞു, ഞാൻ ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. അപ്പൊ നമ്മൾ ഫ്രീഡം എന്ന് പറയുമ്പോൾ അവര് വേറൊരു ഫ്രീഡം പറയും. അവര് പറയും ഫ്രീഡം എന്ന വാക്ക് നിങ്ങൾക്ക് സ്വന്തം ഉള്ളതല്ലോ, ഞങ്ങൾക്കും അല്ലേ, നിങ്ങൾക്കൊരു ഫ്രീഡം, അപ്പൊ എനിക്കൊരു ഫ്രീഡം. അപ്പൊ വേറെ വഴിക്ക് പോയി. നമ്മൾ അവരോടുള്ള ആ കമ്മ്യൂണിക്കേഷൻ കുറയാൻ പാടില്ല. അതങ്ങനെ തന്നെ, അതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ്. 9 വീടുകളും കയറിയിട്ട് അവസാനം 10ാമത്തെ വീടും കൂടി കയറും. അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. അവിടെയും കയറി യാത്ര പറഞ്ഞിട്ടേ പോകും. യാത്ര കഴിഞ്ഞ് വന്നാൽ ആദ്യം പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും. പിന്നെ തങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റൊക്കെ പറയാൻ വേണ്ടി വന്ന ആളുകളുണ്ടാവും. അത് കേട്ട ശേഷം നേരെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സമീപിക്കണം. നല്ല രൂപത്തിലുള്ള പെരുമാറ്റത്തിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എത്ര ദേഷ്യം പിടിക്കേണ്ടി വന്നാലും അനാവശ്യമായി ഒന്നും പറയാത്ത പെരുമാറ്റം, എത്രയും ദേഷ്യം പിടിക്കേണ്ടി വന്നാലും ഒരിക്കലും അനാവശ്യത്തിന്റെ ഒരു വാക്ക് വരരുത് നമ്മുടെ നാവിൽ നിന്ന്. പിന്നീട് അതൊരു സങ്കടത്തിന്റെ കറയായി മാറും. പിന്നീട് നമുക്കത് വലിയൊരു വിപത്തായി മാറിപ്പോകും. അതുകൊണ്ട് നല്ല സമീപനങ്ങൾ, നല്ല പ്രതികരണങ്ങൾ ഉണ്ടാകണം. എപ്പോഴും നല്ല പ്രതികരണങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഇണകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ അവർക്ക് ചില കാര്യം ഇഷ്ടമായില്ല എങ്കിൽ എനിക്കത് വേണ്ട എന്ന നിലക്ക് തങ്ങൾ ഒഴിവാക്കിയ വിഷയം പോലും അള്ളാഹു എടുത്തുദ്ധരിച്ച് ചോദിച്ചു, യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർളാതേ. സ്നേഹം ആ അച്ച് അങ്ങനെ തന്നെ ഉണ്ടായിത്തീരും മക്കളിലും. ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയപ്പെടുന്ന ഇണകൾ, അവരിലുള്ള സ്നേഹമാണ് മക്കളിലേക്ക് പ്രതിഫലിക്കുന്നത്. നല്ല സഹകരണവും നല്ല സ്നേഹവും ഉള്ള കുടുംബജീവിതമാണോ, മക്കളുടെ ജീവിതത്തിലും അതേ സ്നേഹവും അതേ സൗരഭ്യവും സൗന്ദര്യവും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടുതൽ കാലം ജീവിച്ചത് 4 പെൺകുട്ടികളാണ്. 4 പെൺകുട്ടികളാണ് കൂടുതൽ കാലം ജീവിച്ചത്. അതിൽ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചിരുന്നത് അബൂലഹബിന്റെ 2 മക്കളാണ്, ഉത്ബ, ഉതൈബ. 2 മക്കളാണ് ആദ്യം ഉമ്മു കുൽസൂം ബീവിയെയും റുഖിയ ബീവിയെയും കല്യാണം കഴിച്ചിരുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന സൂറത്തിറങ്ങിയപ്പോ അബൂലഹബ് വിളിച്ചിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ, ഇല്ലം തുതല്ലിഖാ ഇബ്നതൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഅസി മിൻ റഅസികുമാ ഹറാം. ആ 2 മക്കളെ നിങ്ങൾ ത്വലാഖ് ചൊല്ലുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ബന്ധമില്ല. ഉടനെ കൊണ്ടുപോയി ത്വലാഖ് ചൊല്ലിയേക്കണം. ഉത്ബയും മുതൈബയും ത്വലാഖ് ചൊല്ലിയതിനു ശേഷം അവർ പറഞ്ഞു, ആ 2 മക്കളെയും ത്വലാഖ് ചൊല്ലപ്പെടേണ്ട മക്കളല്ല. കണ്ടാ, ബാപ്പാന നിർബന്ധത്തിന് ഞങ്ങൾ ത്വലാഖില്ലതാണ്. അത്ര സ്നേഹമസൃണമായ ജീവിതം തരുന്ന മക്കള്, പെൺകുട്ടികൾ ഈ രാജ്യത്ത് എവിടെയും കിട്ടൂല. എവിടുന്ന ഈ സ്നേഹം? ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനം ഏതാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ പകർപ്പാണത്. സ്നേഹം യഥാർത്ഥമാണ് എന്നതിന്റെ തെളിവെന്താ? സ്നേഹം യഥാർത്ഥമാണെന്നതിന്റെ തെളിവ് 2 അവസ്ഥയിലും ഒരാൾക്ക് 2 അവസ്ഥ വന്നേക്കാം. നല്ല സാമ്പത്തികമായ കഴിവുള്ള അവസ്ഥയും ക്ഷീണമുള്ള അവസ്ഥയും, ആരോഗ്യമുള്ള അവസ്ഥയും അനാരോഗ്യ അവസ്ഥയും.
പ്രതിസന്ധിയുള്ള അവസ്ഥയും അതുപോലെ തന്നെ സന്തോഷമുള്ള അവസ്ഥയും, രണ്ട് ഘട്ടങ്ങളിലും കൂടെ നിന്ന് സഹായിക്കാനും സഹകരിക്കാനും കഴിവുള്ള ഇണകളാണോ അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ്. ആ സ്നേഹം യാഥാർത്ഥ്യമാണ്. ഇപ്പൊ അടുത്ത് നമ്മൾ വായിച്ചു സഹോദരങ്ങളെ, ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു പോയി, ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പോരാന്ന് കരുതിയിട്ട് എന്നെ ഒഴിവാക്കി തരണം എന്നൊരപേക്ഷ ആരുടെ ഭാഗത്തുനിന്ന്? ഇണയുടെ ഭാഗത്ത് നിന്ന്. എന്താ അതിന്റെ അർത്ഥം? ആ സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. രോഗിയായ ഭർത്താവിനെ ഉപേക്ഷിച്ചു, കുടുംബങ്ങളോട് പറഞ്ഞു നിങ്ങൾ നോക്കിക്കോളൂ, ഇനി മൂപ്പരെ നോക്കാനൊന്നും എനിക്കാകൂല, എനിക്ക് നല്ല ആരോഗ്യമുള്ള കാലാണ്, സന്തോഷത്തോടെ ഇനിയും ജീവിക്കണം, പതുക്കെ ഒന്ന് ആ കടലാസിലൊന്ന് ഒപ്പിട്ട് തരാൻ പറയും. എന്താ ചോദിച്ചിരിക്കുന്നത് ഖുൽആൻ, കുറച്ച് ധനം അങ്ങോട്ട് തരാം, ഇങ്ങോട്ട് ഒഴിവാക്കി തരണം. ഖുൽ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഒഴിവാക്കാനുള്ള മാർഗമാണ്. ത്വലാഖ് മാത്രമൊന്നുമല്ല ഇസ്ലാമിലുള്ളത്. പെണ്ണിന് നമ്മൾ ഒഴിവാക്കാൻ, പെണ്ണിന് ആണിനെ ഒഴിവാക്കാൻ കുറെ മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു മാർഗമാണ് ഖുൽ എന്ന് പറയും. വേറെ ഒരു മാർഗമാണ് ഫസ്ഖ്. അങ്ങനെ ഈ ഖുൽ എന്ന അടിസ്ഥാനത്തിൽ അങ്ങോട്ട് സമ്പത്ത്, ഭർത്താവിന് സമ്പത്ത് 5 ലക്ഷം കൊടുത്തിട്ട് ഒന്ന് ഒഴിവാക്കി തന്നെ ആ പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് തരണം. എന്താ കാരണം? 4 മക്കളെ പൊന്നുപോലെ പോറ്റിയ ഈ ഭർത്താവിന് ഒരു രോഗം വന്നു, അതാ കാരണം. അപ്പെന്ത് മനസ്സിലായി? ഇതുവരെ ജീവിതത്തിൽ കൊണ്ടുവന്ന സ്നേഹം യഥാർത്ഥ സ്നേഹമല്ല. യഥാർത്ഥ സ്നേഹമാണെങ്കിൽ 2 ഘട്ടങ്ങളിലും പരിപൂർണമായി സഹകരിക്കാൻ കഴിയുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാകേണ്ടത്. നാളെ പിറ്റേന്ന് എൻ്റെ ഇണക്കൊരു രോഗം വന്നു എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ഇണകൾക്കൊക്കെ അള്ളാഹു നല്ല ആഫിയത്ത് നൽകട്ടെ. എന്താ ഇണകൾക്കുള്ള ആഫിയത്തിന് ആമീന് കുറച്ച് കട്ടി കുറവ്? ഇണകൾക്കൊക്കെ അള്ളാഹു നല്ല ആഫിയത്ത് നൽകട്ടെ. ഒരു കുറവും വേണ്ട, അവർക്ക് ദ്വേർക്കണം, അവർക്ക് എപ്പോഴും ദ്വേർക്കണം. നമ്മളെ ദ്വാകളിലൊക്കെ ഉണ്ടാകണം, എപ്പോഴും ഉണ്ടാകണം. നമ്മൾ അള്ളാഹുവിനോട് ദ്വാർക്കുന്ന ദ്വാള കൂട്ടത്തിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുർറത അയ്യുൻ, ആ ഖുർറത അയ്യുൻ കിട്ടണമെങ്കിൽ അവർക്ക് നല്ല ആഫിയത്ത് ഉണ്ടാകണം. ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമയാർന്നതിനെ നീ ഓശാരമായി തരണേ അല്ലാ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ഇവർക്ക് നല്ല ആഫിയത്ത് വേണ്ടേ, ആരോഗ്യം വേണ്ടേ? അതൊക്കെ കൂടി ഒരുമിച്ചിട്ടതാണ് ചോദ്യം. അവർക്ക് നല്ല സന്തോഷവും ആരോഗ്യം അതിനുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകണം, അപ്പോഴത് കിട്ടുള്ളൂ. അത് ചെറിയൊരു ചോദ്യമല്ലല്ലോ. വിശ്വാസികളുടെ പ്രാർത്ഥന എണ്ണിയെടുത്ത് പ്രധാനമായും എണ്ണിയ പ്രാർത്ഥനയാണത്. അതിന് പറ്റുന്നവരാക്കി തരണം. മക്കളെ തരണം എന്നല്ല അള്ളാഹുവിനോട് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചത് ഖുർറത അയ്യുനിൻ, കൺകുളിർമയാർന്നതിനെ തരണം. അപ്പൊ എന്നെ അതിനനുസരിച്ച് നന്നാക്കണം, എൻ്റെ ഇണയെയും നന്നാക്കണം, എൻ്റെ മക്കളെയും നന്നാക്കണം, എങ്കിലേ കൺകുളിർമയാർന്ന് കിട്ടുള്ളൂ. കൺകുളിർമയാർന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എന്ത് കാണാൻ ചുരുക്കുള്ളതെന്നോ? അല്ലല്ല. റാസി ഇമാം റളിയല്ലാഹുവിന്റെ തഫ്സീർ വായിക്ക്. ഖുർറത അയ്യുനിൻ ഫിദ്ദീൻ, ദീനിൽ കുളിർമയാർന്ന കുഞ്ഞ്. ദീനില് ദുന്യാവിൽ എല്ലാവരും സമല്ലേ? നമ്മളെക്കാളും പത്രമാറ്റ് ഉയർച്ച അപ്പുറത്തല്ലേ ഉള്ളത്? നമുക്കാണോ ഉള്ളത്? കോടീശ്വരന്മാർ, വേൾഡ് തലത്തിൽ കോടീശ്വരന്മാർ വന്നപ്പോ മുസ്ലിം കോടീശ്വരന് എത്ര കണക്കിന്റെ ഇപ്പുറത്താ? നമ്മളൊക്കെ വായിച്ചില്ലേ? 300ന്റെ ഇപ്പുറം ഉള്ളത്. 300 മുഴുവൻ അപ്പുറത്താ. അപ്പൊ ആ ലെവല്, ഭൗതിക ലെവല് നോക്കിയിട്ടല്ല പ്രാർത്ഥന. ദീനിൽ കൺകുളിർമയാർന്നത്. നല്ലോണം പഠിക്കാനും നല്ലോണം അനുസരിക്കാനും അധ്വാനിക്കാനും നല്ല ജോലിയൊക്കെ എടുക്കാനും ബാപ്പാനും ഉമ്മാനും കുടുംബത്തെയൊക്കെ നോക്കാനും നാട്ടുകാർക്ക് സേവനമൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കുട്ടി. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, അതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാതെ മറ്റൊരു തരത്തിൽ മാത്രമാണെങ്കിൽ, കാണാൻ ചുരുക്കുന്ന തരത്തിലാണെങ്കിൽ അതിന് ദീർഘായുസില്ല. സാമ്പത്തിക പുരോഗതി മാത്രമാണെങ്കിൽ അതിനും ദീർഘായുസില്ല. നമുക്ക് ഇവിടെയും അതുകൊണ്ട് കുളിർമ വേണം, ആഖിറത്തിലും കുളിർമ വേണ്ടേ? അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയൊക്കെ ഇരുലോകത്ത് ഉപകരിക്കുന്നവരാക്കി തെരുമാറാകട്ടെ. അപ്പൊ ആ നല്ല പ്രാർത്ഥന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നിലക്കും വിട്ടുപോകാത്ത രീതിയിൽ ഏത് പ്രയാസഘട്ടത്തിലും കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് സ്നേഹം കൈമാറുന്ന രീതിയാകണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു മോളല്ലേ സൈനബ് റളിയല്ലാഹു അൻഹാ. സൈനബ് ബീവിയെ കല്യാണം കഴിച്ചിരുന്നത് അബുൽ ആസ് ഇബ്നു റബീ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഠിന എതിരാളിയാണ്.
ബദറിലേക്ക് പോകുമ്പോൾ മുശ്രിക്കുകളുടെ പക്ഷത്താണ് അബുൽ ആസ് ഉള്ളത്. കല്യാണം അതിന്റെ മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അബുൽ ആസിനോട് അബൂജഹലും കൂട്ടരും പറഞ്ഞു, അബുൽ ആസേ, നീ സമരമുഖത്തിറങ്ങുന്നത് നിന്റെ പ്രതിപക്ഷത്തുള്ളത് നിന്റെ അമ്മോശനാണ്, നിന്റെ ഭാര്യയുടെ ഭർത്താവല്ലേ, ഭാര്യയുടെ ഉപ്പയല്ലേ അപ്പുറത്തുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പെണ്ണിനെ മൊഴി ചൊല്ലിയിട്ട് ഞങ്ങളെ കൂടെ പോരുകയാണെങ്കിൽ പോരാട്ടത്തിന് ഉശിര് കൂടും. അബുല്ലാസ് പറഞ്ഞു, നിങ്ങൾ എന്നോട് വേറെ എന്തെങ്കിലും പറഞ്ഞോ, ഞാനത് കേൾക്കാം, അത് മാത്രം നിങ്ങൾ എന്നോട് പറയരുത്. എന്റെ സൈനബിനെ റളിയല്ലാഹു അൻഹാ ഉപേക്ഷിക്കാൻ നിങ്ങൾ എന്നോട് പറയരുത്, ഒഴിവാക്കാൻ പറയരുത്. എന്തേ കാരണം? അതുപോലെ സ്നേഹം നൽകുന്നൊരു കുഞ്ഞിനെ, ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ ഹിജാസിൽ എവിടെയും എനിക്ക് കാണാൻ കഴിയില്ല. ഈ സ്നേഹത്തിന്റെ രഹസ്യവും എവിടുന്നാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് വിരിഞ്ഞുണ്ടായതാണ്. യഥാർത്ഥത്തിലുള്ള സ്നേഹം പ്രതിസന്ധി ഘട്ടത്തിലും ഒഴിയാതെ നിന്ന സ്നേഹമില്ലേ? നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ മക്കയിലെ ആളുകൾ ഉപരോധം ഏർപ്പെടുത്തി. ശുഐബ് അബീ ത്വാലിബിൽ തങ്ങളും സഹാബത്തും കഴിഞ്ഞുകൂടിയപ്പോ തങ്ങളോടൊപ്പം നിന്ന മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. വീട്ടിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, കുടുംബക്കാര് മൊത്തത്തിൽ തന്നെ പ്രമാണിമാരാണ്. സഹോദരങ്ങൾ പലരും വന്ന് വിളിച്ചു ഖദീജ ബീവിയെ വീട്ടിലേക്ക്. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വീട്ടിലേക്കില്ല, എന്റെ പ്രിയതമൻ പുല്ലാണോ ഭക്ഷിക്കുന്നത്, എനിക്ക് പുല്ല് മതി. ഇലയാണോ ഭക്ഷിക്കുന്നത്, എനിക്ക് ഇല മതി. അതല്ല, വെള്ളം മാത്രമാണോ കുടിക്കുന്നത്, എനിക്ക് വെള്ളം മാത്രം മതി. എവിടുന്നാ സഹോദരങ്ങളെ? ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നിട്ട് സ്നേഹിക്കാനുള്ള കഴിവില്ലേ? ആ കഴിവിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തെരഞ്ഞെടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു കുറവ് വന്നാൽ ആ കുറവ് കുറവായി കാണാതെ അതൊരു പുരോഗതിക്ക് വേണ്ടി, ഒരു ഖൈറിന് വേണ്ടി അല്ലാഹു തആല നിമിത്തമാക്കിയതായിരിക്കും എന്ന ലക്ഷ്യത്തോടെ സ്നേഹത്തോടെ ജീവിച്ചു മുന്നോട്ട് നീങ്ങുകയാണ് വേണ്ടത്. അതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ജീവിതം വിളക്കി ചേർത്തി തന്നിരിക്കുന്നത്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്നതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്തൊരു ചെറിയ വിഷമാവസ്ഥ വന്നാലും അവിടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷമാവസ്ഥ പരിഹരിക്കുന്നതിന് മുന്നിലുണ്ട്. എല്ലാ ഘട്ടങ്ങളിലും മുന്നിലുണ്ട്. ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായും അനുസരിച്ച് വിധേയപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ നിൽക്കുമ്പോ തങ്ങളെ ഒരു വാക്ക് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ സമാധാനമാണ്, വലിയ സന്തോഷമാണ്. ആദ്യഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് നമ്മളൊക്കെ കണ്ടാൽ നമ്മൾ പേടിച്ചിട്ട് ഇല്ലാതെയായി തീരും. ആ തരത്തിൽ ഒരു രൂപം ജിബ്രീൽ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ 600 ചിറകുകളോടെ. ഈ 600 ചിറക് എന്ന് പറഞ്ഞാൽ ആ പക്ഷിയുടെ ചിറകിന് കണക്ക് കൂട്ടരുത്. ആ ചിറകിൽ 600 ചിറകിൽപ്പെട്ട ഒരൊറ്റ ചിറക്, അതിന്റെ ഒരു ചെറിയ ഭാഗം കൊണ്ടാണ് ഈ 5 നഗരങ്ങളാകുന്ന സദൂമും പരിസരത്തുള്ള നഗരങ്ങളും മൊത്തം പൊക്കിയെടുത്ത് മേൽപോട്ടുയർത്തിയിട്ട് മറിച്ചിട്ടത്, ആ ജനതയെ നശിപ്പിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നങ്ങളായിരിക്കും. പ്രതിവിധിക്ക് വേണ്ടി നല്ല മനസ്സുള്ള ആളുകൾ നല്ല വചനങ്ങളെ കൊണ്ട് പ്രതികരിച്ച് അവരെ മനസ്സിൽ നീറിപ്പുകയുന്ന വിഷയങ്ങൾ അത് വളരെ ചെറുതാക്കി കെടുത്തി കളയണം. അതൊരു പ്രശ്നമായിട്ട് ഉയർന്നു വരാതായിട്ട് കാണാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കണം. ആ രൂപത്തിൽ സാന്ത്വനത്തിന്റെ വചനങ്ങളാണ് പകർന്നു കൊടുക്കേണ്ടത്. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തങ്ങളെ അടുത്ത് വരുന്ന ദൂതനുണ്ടല്ലോ, അള്ളാഹുവിന്റെ മാലാഖയാണെന്നല്ലേ പറഞ്ഞത്, ഇനി വരുന്ന സമയത്ത് തങ്ങൾ എന്നോടൊന്ന് അറിയിക്കണം. അതൊരു മലക്കാണോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. മലക്കാണോ അല്ലേ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സമാധാനം കൊടുക്കാനാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ വന്നപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ നല്ല ഹിജാബിലായിട്ടാണ് ഇരിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എൻ്റെ വലത്തെ കാലിന്റെ മുകളിൽ ഒന്ന് ഇരിക്കൂ തങ്ങൾ. വലത്തെ കാലിന്റെ മേലെ ഇരുത്തി. ഇപ്പൊ കാണുന്നുണ്ടോ? ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണുന്നുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ കാണുന്നില്ല. മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണാനുള്ള കഴിവ് അംബിയായിനല്ലേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. രണ്ടാമതായി പറഞ്ഞു, ഇനി ഇടത്തെ ഭാഗത്തേക്കൊന്ന് മാറി നിൽക്കൂ. ഇപ്പൊ കാണുന്നുണ്ടോ? ഉണ്ട്. രണ്ട് കാലും കൂട്ടിവെച്ച് നടുവിലായി ഇരുത്തിയിട്ട് ഇപ്പോൾ നിങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നുണ്ടോ? ഉണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ അവിടുത്തെ മൂടുപടം ഒന്ന് പൊക്കി മുഖഭാഗം വെളിവാക്കിയിട്ട് ചോദിച്ചു, ഇപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല. എങ്കിൽ തങ്ങൾ സംശയിക്കേണ്ട, അത് മലക്ക് തന്നെയാണ്. വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല, വരുന്നത് മാലാഖയാണ്. കാരണം മലക്കിന് പരിശുദ്ധിയാണ് കൂടുതൽ വേണ്ടത്. ആ പരിശുദ്ധിയിൽ ഒരു ചെറിയ കുറവ് സംഭവിച്ചാൽ മലക്കവിടെ പ്രത്യക്ഷപ്പെടുകയില്ല. അത് ഈ രൂപം മാത്രമല്ല, മറ്റു പലവിധേനയും അങ്ങനെയുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിക്കുന്നു, തങ്ങൾ പേടിക്കേണ്ടതില്ല. ഇടക്കിടക്ക് അടുത്ത് വരുന്നത് അള്ളാഹുവിന്റെ മാലാഖയാണ്. നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയാണ് അടുത്ത് വരുന്നത്. ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. അതുകൊണ്ട് സന്തോഷമേ ഉണ്ടായിത്തീരൂ. തങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ അതുകൊണ്ട് ഉണ്ടായിത്തീരും. ആ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് മക്കക്കാർ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ സ്നേഹിക്കണം എന്നവർ പഠിച്ചു. സഹോദരങ്ങളെ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായാധിക്യത്തിലല്ലേ ജബലുന്നൂറിന്റെ മുകളിലേക്ക് ഗാർ ഹിറായിലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ കയറുന്നത്. ഒരു ദിവസം 2 നേരമാണ്, രാവിലെയും വൈകുന്നേരവും. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലും. എന്താണെന്നറിയോ? ഏതെങ്കിലും റാത്തീബോ മറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് ഉപ്പമാര് വരാൻ വേണ്ടി ഭക്ഷണം കഴിക്കാതെ മാലയും മൗലൂദും ചൊല്ലിയിരിക്കുന്ന ഉമ്മമാര് ഓർമ്മല്ലേ? ഭക്ഷണം അടുക്കളയിൽ വെച്ചിട്ടുണ്ടേ, ഞാൻ ഉറങ്ങാണ്, നിങ്ങൾ വന്നിട്ട് അപ്പുറത്തോട് തുറന്ന് പതുക്കെ കഴിച്ചോളേ. ഇപ്പം അങ്ങനെയാ പറയുന്നത്. മുമ്പ് അങ്ങനെയല്ല. എന്തേ കാരണം? എനിക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. അപ്പോഴേ എൻ്റെ മനസ്സിന് കൂടുതൽ ഒരു റാഹത്ത് കിട്ടുള്ളൂ. അങ്ങനെയാണ് കാത്തിരിക്കുന്നത്. മാലയും മൗലൂദൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇത് ഏടിലുണ്ട് എന്നർത്ഥം. ഏടില് മാലയും മൗലൂദൊക്കെ ഇപ്പോഴും ഉണ്ട്. ചൊല്ലാൻ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ കമ്മി സഹോദരിമാരെ, ആ ഒരു സ്നേഹത്തിന്റെ ഒരു കമ്മിയാണ്. അതുകൊണ്ടാണത്. മുമ്പൊക്കെ എത്ര നേരാ കാത്തിരിക്കുന്നത്? നമ്മൾക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ സൗകര്യങ്ങൾ കുറവ്. ചിലപ്പോഴൊക്കെ നടന്നു വരണം. എങ്ങോട്ടാ? വല്യപ്പ എങ്ങോട്ടാ പോയത്? വല്യപ്പ അവിടെ ഒരു ചെറിയ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോയതാണ്. നേരായല്ലോ, മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ കിടന്നോളൂ. വല്യമ്മൻ്റെ വർത്താനം. ഉപ്പ വന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല. അങ്ങനെ തസ്ബീഹ് മാലയും കൊണ്ടിങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ആ കാത്തിരിപ്പ് ആ ഇരുന്നിടത്ത് വെച്ച് ഇങ്ങനെ ഉറക്കത്തിലേക്ക് വന്നിട്ടുണ്ടാകും. എന്നിരുന്നാലും ഒറ്റക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു വിഷമം ഉണ്ടാകരുത്. ഞാൻ വന്നിട്ട് അതും ഒന്ന് എടുത്തു കൊടുത്തിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു റാഹത്തോടെ കഴിക്കണമെങ്കിലുള്ള ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി അങ്ങനെ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കാം. ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണം കൊണ്ടുപോയിട്ട് രാവിലെയും വൈകുന്നേരവും അങ്ങോട്ട് വരണം എന്ന നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. 5 ദിവസത്തേക്ക് 4 ദിവസത്തേക്കുള്ള ഭക്ഷണപാത്രവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽനൂറിലേക്ക് കയറിയത് തന്നെ. തങ്ങൾ കയറി ഇടക്കിടക്ക് ഇറങ്ങി വരാറുണ്ട്. ഭക്ഷണവുമായിട്ടാണ് കയറിയതെങ്കിലും ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിന്റെ ഒരു മന്ത്രം, ഒരു സ്നേഹമന്ത്രം, വീട്ടിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്, ഇപ്പോൾ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ എന്നൊരു ചിന്ത മനസ്സിന് രൂപപ്പെട്ടു വരുന്നു. ഉടനെ അതാ മഹദി പുറപ്പെടുന്നു. മക്കക്കാര് മുഴുവനും നോക്കുകയാണ്, എത്ര പ്രായമായി? 55 വയസ്സ് പ്രായമായി. ഇപ്പൊ 25-30 വയസ്സുള്ള ആൾ തന്നെ മുകളിലേക്ക് കയറുമ്പോഴേക്ക് 3 ലിറ്റർ വെള്ളം കുടിച്ച് ജബൽനൂറിന്റെ മുകളിലേക്ക്. അത്യാവശ്യം പാകിസ്ഥാനികൾ അവിടെയും ഇവിടെ ഉണ്ടാക്കിയ ചെറിയ പിടിയും മറ്റൊക്കെ പിടിച്ചുകൊണ്ടാണ് കയറുന്നത് തന്നെ. ചെറിയ പടവൊക്കെ ഉണ്ടായിട്ട് അന്ന് വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ, കാല് തെറ്റിയാൽ മയ്യത്താകുന്ന ഉറപ്പാ. അങ്ങനെയുള്ള ആ മലയുടെ മുകളിലേക്ക് ഇതെല്ലാവരും കാണുകയല്ലേ, രാവിലെയും വൈകുന്നേരവും ഉള്ള ഈ വരവ്, തിരിച്ചുപോക്ക്. പക്ഷെ ആ ഒരു സ്നേഹത്തിന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയ സന്തോഷം ലോകത്താർക്ക് കിട്ടിയ സഹോദരങ്ങളെ, ലോകത്താർക്ക് കിട്ടിയ അങ്ങനത്തെ ഒരു സന്തോഷം ലോകത്ത് വേറൊരു കുട്ടിക്കും കിട്ടിയിട്ടില്ല. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ അങ്ങനെ രാവിലെയും വൈകുന്നേരവും അങ്ങോട്ട് പോകണം, എന്നോട് വരാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ അങ്ങോട്ട് നയിച്ചത്, എന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെടിച്ചത് ആ ഒരു സ്നേഹമാണ്.
അങ്ങനെ ഞാൻ ചെന്ന് ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊടുത്ത് തങ്ങൾ ആ ഭക്ഷണം കഴിച്ച് ഞാനിങ്ങോട്ട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരും. ഒരു ദിനം ഞാൻ അങ്ങനെ ജബലുന്നൂറിലേക്ക് കയറാൻ വേണ്ടി ഒരുങ്ങുമ്പോ ജബലുന്നൂറിന്റെ ഒത്ത നടുവിൽ തന്നെ ഒരു വലിയ രൂപം ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നു. കണ്ടാലൊരു പേടി തോന്നിയിട്ട് മടങ്ങിപ്പോകും. പക്ഷേ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് കയറി. നടുവിലെത്തുമ്പോൾ ആ രൂപമുണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രതികരിക്കാമെന്ന് കരുതിയിട്ട് നടുവിലെത്തിയപ്പോൾ പിന്നെ ആ രൂപത്തെ കാണുന്നില്ല. മുകളിലെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒത്ത നടുവിൽ എനിക്ക് തടസ്സമായി നിൽക്കുന്നൊരു രൂപം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കണ്ടോ? ആ രൂപം കണ്ടിട്ട് പേടിച്ചു പോയോ? പേടിക്കേണ്ടതില്ല, ദാക്ക ജിബ്രീൽ അലൈഹിസ്സലാം, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിങ്ങളെ ഈ വരവും മറ്റുമൊക്കെ യഥാർത്ഥ സ്നേഹമാണോ എന്നൊരു പരിശോധനയ്ക്ക് വന്നതാണ്. യഥാർത്ഥ സ്നേഹമാണെന്ന് ബോധ്യപ്പെട്ടു. കാരണം തിരിച്ചുപോയില്ല, മടങ്ങിപ്പോയില്ല. ഒരു ദിവസം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നത് കാണുന്നു. എന്താ നബിയെ ഈ ചെയ്യുന്നത്? ഇതിന് വുളു എന്നാ പറയുക. ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ വന്ന് എന്നെ കാണിപ്പിച്ചു പഠിപ്പിച്ചു തന്ന വിഷയമാണ്. ആ വുളു എനിക്കും ഒന്ന് കാണിച്ചു തരൂ, ഞാനും ഒന്ന് ചെയ്യട്ടെ. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വുളു കണ്ട് വുളു എടുത്തത് ഒരു ആൺകുട്ടിയല്ല, ഒരു പുരുഷനല്ല, സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹക്കാണ് തങ്ങളെ കൂടെ ആദ്യമായി വുളു എടുത്ത് കാണാനും അത് ചെയ്യാനും യോഗം കിട്ടിയത്. മറ്റൊരിക്കൽ ചെല്ലുമ്പോൾ തങ്ങൾ നിസ്കരിക്കുന്നത് കാണുന്നു. ഫർളല്ല, സുന്നത്താണ്. നിസ്കരിക്കുന്നത് കാണുന്നു. എന്താ നബിയെ ഈ ഇബാദത്ത്? ഒരു പ്രത്യേക ആരാധനയാണല്ലോ. ഇതിന് പ്രത്യേകം നെറ്റി വെച്ചുള്ള ഒരു രൂപം കൂടിയുണ്ടല്ലോ. ഇതിന് നിസ്കാരം എന്ന് പറയും. ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ വന്ന് പഠിപ്പിച്ചു തന്നതാണ്. എനിക്കും വന്നത് പഠിപ്പിച്ചു തരണം. നിസ്കാരത്തിന്റെ രൂപഭാവങ്ങൾ മുഴുവനും പറഞ്ഞു പഠിപ്പിച്ചു കാണിച്ചു കൊടുത്തു. അവ്വലു മൻ സ്വല്ലാ മഅഹു, ആദ്യമായി തങ്ങളോടൊപ്പം നിസ്കരിച്ചത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇതൊക്കെ ആ സ്നേഹത്തിന് കിട്ടിയ സമ്മാനമാണ്. അതും പോരാ, ഒരു ദിവസം ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണപാത്രവുമായി വരുമ്പോൾ മുകളിലെത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ആ വരുന്നത്? ഖദീജ റളിയല്ലാഹു അൻഹയാണ്. തങ്ങൾക്കുള്ള ഭക്ഷണപാത്രവുമായിട്ടാണല്ലോ വരുന്നത്. ഇവിടെ എത്തിയാൽ ഫഖ്റഹാ മിൻ റബ്ബിഹസ് സലാം, റബ്ബിൽ നിന്നൊരു സലാം ഖദീജ ബീവിക്ക് പറയണം. അല്ലാഹു തആല തന്നയച്ചതാണ് ഒരു സലാം. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സലാം കൊടുത്തയച്ചതാണ്. ഈ സ്നേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വന്നിരുന്നു. അല്ലാഹു നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ടേ. ആ സലാം മടക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ, ഇന്നല്ലാഹ ഹുവസ്സലാം, അല്ലാഹു തആല തന്നെ സലാമാണല്ലോ. വഅലൈക വഅലാ ജിബ്രീൽ അസ്സലാം, തങ്ങൾക്കും ഈ സലാം എനിക്ക് കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനും അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ, രക്ഷ നൽകട്ടെ എന്ന പ്രാർത്ഥന നിർവഹിച്ചു. അല്ലാഹുവിൽ നിന്ന് സ്നേഹത്തിന്റെ സമ്മാനമായി കിട്ടിയ ഒരു സലാം, അത് ആദം സന്തതികളിൽ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വന്തമാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സലാം കിട്ടിയിട്ടുണ്ട്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും സലാം കിട്ടിയിട്ടുണ്ട്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാമാണ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തയച്ച സലാം. എത്രമാത്രം വലിയ മൂല്യമുണ്ട് ആ സമ്മാനത്തിന്, ആ പാരിതോഷികത്തിന്. എന്താണ് അതിന്റെ പിന്നിലുള്ള താല്പര്യം? സ്നേഹമസൃണമായ ആ പെരുമാറ്റങ്ങളും ആ ശൈലികളുമാണ്. എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നല്ല സഹോദരിമാർക്ക്, നല്ല ഇണകൾക്കുണ്ടായിത്തീരേണ്ട എല്ലാ ലക്ഷണങ്ങളും നിങ്ങളിൽ ഉണ്ടായിത്തീരണം. പരിശുദ്ധ ഖുർആൻ വിശദമായത് പറഞ്ഞിട്ടുണ്ട്. നല്ല ഇണകൾക്കുണ്ടായിത്തീരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. നല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് ഖാനിതാതുൻ, അനുസരണശീലമുള്ളവരാണ്. അനുസരണം രണ്ട് രൂപത്തിലാണ്. അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും വഴിപ്പെടണം. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കണം. അവര് പറഞ്ഞ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം.
ഖായിമാത്തുൻ ബിഹുഖൂഖിൽ അസ്വാജ്, സ്വന്തം ഇണകളുടെ താല്പര്യങ്ങളും കാര്യങ്ങളും അത് നിറവേറ്റി കൊടുക്കണം, നിർവഹിച്ചു കൊടുക്കണം. മുത്തിയാത്തുൽ ലിൽ അസ്വാജ്, ഇണകൾക്ക് അനുസരിക്കുന്നവരാകണം.